എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർട്സ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. എല്ലാവർക്കും ആഗ്രഹമില്ലേ ഇങ്ങനെ നമ്മുടെ വീട്ടിലും അഡേനിയം ഫ്ലവറായി നിൽക്കണം, പൂത്ത് നിൽക്കണം എന്ന്? ഈ ഫ്ലവർ കാണുമ്പോൾ ഒരു ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ആഗ്രഹത്തെ മാനിച്ച് ഞാൻ ഇന്ന് കുറച്ച് അഡേനിയം പ്ലാന്റ് സെയിലിന് കൊണ്ടുവന്നിരിക്കുകയാണ്. ആവശ്യക്കാർ മാത്രം വാങ്ങിക്കുക. സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേന് ചെറിയൊരു തണ്ട്, ഒരു കോഡെക്സ് ആയിട്ടുള്ളതായിരിക്കും കിട്ടുക. ഫ്ലവർ പറഞ്ഞിട്ട് ആ ഫ്ലവർ തന്നെ വിരിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അറിയാലോ എല്ലാവർക്കും, മനുഷ്യനാണ്, അബദ്ധം പറ്റിപ്പോകും, മാറിപ്പോകും. നമ്മൾ ആരും നമ്മുടെ കയ്യിൽ നിന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന അല്ലല്ലോ ഈ പ്ലാന്റുകൾ. പക്ഷെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫ്ലവർ മാറിപ്പോവില്ല. നിങ്ങൾ പറയുന്ന ഫ്ലവർ ആയിരിക്കും നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് പൂവ് ഉണ്ടാകുമ്പോൾ ആ സെയിം കളർ ആയിരിക്കും ഉണ്ടാകുക. ഞാൻ എത്ര ഗ്യാരണ്ടി എന്തുകൊണ്ടാണ് പറയുന്നതെന്നല്ലേ? ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഇന്ന് കേട്ടോ. നമ്പരൊന്നുമല്ല, വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകൾ ഒരിക്കലും നമുക്ക് മാറിപ്പോവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു അഡീനിയത്തിന്റെ സെയിൽ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് അതിനകത്ത് പറഞ്ഞായിരുന്നു എനിക്ക് പ്ലാന്റിന്റെ ഫ്ലവറിന്റെ കളർ അറിയില്ല, മിക്സഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അന്ന് കുറച്ച് പേര് വാങ്ങിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ആർസി ഗാർഡനിൽ നിങ്ങളെ ആരെയും പറ്റിക്കുന്ന ഒരു പരിപാടികളും ഞാൻ ചെയ്യാറില്ല. എനിക്ക് പറ്റുന്ന അത് ഇന്ന കളറാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കളർ മിക്സ്ഡ് ആണ്, ഏത് കളറാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞാണ് ഞാൻ അത് തന്നത്. പക്ഷെ ഇന്ന് കളർ ഒരിക്കലും മാറിപ്പോവില്ല. അപ്പൊ ഞാൻ നിങ്ങളെ നമ്മുടെ ആ പ്ലാന്റ് കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് അതിന്റെ പോട്ടും സെയിലിനുണ്ട് കേട്ടോ. അഡീനിയം അതിന്റെ പോട്ടും സെയിലിനുണ്ട്. ഇതേ പോട്ട് ഞാൻ വെച്ചിരിക്കുന്ന പോട്ട് കണ്ടോ, ഈ ഒരു പോട്ടാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ. നേരത്തെ 35 രൂപയ്ക്കാണ് നമ്മൾ പോട്ട് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് തരുന്നവര് റേറ്റ് കൂട്ടി. ഇപ്പം നമ്മുടെ പോട്ടിന് 40 രൂപയാണ് കേട്ടോ. ഒരു അഡീനിയത്തിന്റെ പോട്ടിന് 40 രൂപയാണ്. ആ പോട്ടും ഞാൻ ഫ്രീ ആയിട്ടുള്ളത് കാണിച്ചു തരാം, നമ്മുടെ പ്ലാന്റും കാണിച്ചു തരാം. ഏതൊക്കെ കളറാ, ഏതൊക്കെ പ്ലാന്റ്, ഏത് സൈസാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതൊക്കെ ഒരു നല്ല കോഡക്സ് വലിപ്പമുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ. നല്ല 2 or 3 ഷൂട്ടും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇപ്പൊ സെയിലിന് വന്നിരിക്കുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റുകൾ ഇത് ഇരിക്കുന്നതാണ്. ഈ പ്ലാന്റ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? നല്ല ഹെൽത്തി പ്ലാന്റുകളല്ലേ എല്ലാം? അപ്പൊ നമുക്ക് ഒത്തിരി ഒന്നും സ്റ്റോക്ക് ഇല്ല, കുറച്ചേ സ്റ്റോക്ക് ഉള്ളൂ. നമുക്ക് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. ഒരു പ്ലാന്റിന്റെ വില വരുന്നത്. ആ പ്ലാന്റിന്റെ സൈസ് ഒക്കെ നിങ്ങൾ നോക്ക്. ഒരു തണ്ടായിട്ട് മാത്രമല്ല, നല്ല ബുഷി പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു പ്ലാന്റ് 250 രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫ്ലവറിന്റെ പിക്ക് ഇട്ടേക്കാം. എല്ലാം കൂടെ ഇടേണ്ട കാര്യമില്ലല്ലോ. ആവശ്യക്കാർ പിന്നെ നമ്മുടെ വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് കാറ്റലോഗ് തരാം. ഇതിനകത്ത് പിന്നെ ഒരു വെറിഗേറ്റഡ് ഉണ്ട് കേട്ടോ. അത് പ്ലാന്റ് ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വെറിഗേറ്റഡ് ലീഫ്. ഈ ലീഫ് കണ്ടോ? സൈഡിലൊരു വൈറ്റ് ബോർഡർ വരുന്നുണ്ട്. ഇതിന്റെ ഫ്ലവറിന്റെ കളർ റെഡ് ആണ് കേട്ടോ, പ്യുവർ റെഡ്. പിന്നെ നല്ല വൈറ്റ് കളർ, നല്ല റോസാപ്പൂ പോലെ ഇരിക്കും. ഇത് പ്ലാന്റ് വന്നപ്പോഴത്തേനുള്ള ഒരു പ്രോബ്ലം കൊണ്ടാണ് അതിന്റെ ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്നത്. വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല കളറായിരിക്കും ഇതിന്റെ ഫ്ലവറിന്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത്, നിങ്ങൾക്ക് വെക്കാനുള്ള പോട്ടല്ലേ? കുറെ പേർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പോട്ട് കൂടെ കാണിച്ചു തരാം. അതും അഡീനിയം പ്ലാന്റ് വെച്ചാൽ അതിന്റെ കോഡക്സ് പെട്ടെന്ന് വളരും. നമുക്കറിയാലോ, അഡീനിയം പ്ലാന്റ് വെക്കാനായിട്ട് വലിയ കുഴിവുള്ള പോട്ടല്ല വേണ്ടത്. നമുക്കതിന് വേണ്ടത് വാവട്ടമുള്ള ഹൈറ്റ് കുറഞ്ഞ പോട്ടുകളാണ് അഡീനിയം പ്ലാന്റ് വെക്കാൻ ഏറ്റവും അനുയോജ്യമായ പോട്ട്. കുഴിവുള്ളതൊക്കെ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കോഡക്സ് വളരണമെങ്കിൽ വാവലിപ്പമുള്ള പോട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയുള്ള പോട്ടുകളാണ് നമ്മൾ ഇവിടെ അഡീനിയത്തിനായിട്ട് സെയിൽ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങളെ ആ പോട്ടൂടെ കാണിച്ചു തരാം. നമ്മുടെ അഡീനിയം പോട്ട് ഇതാണ്. ഈ ഒരു സൈസാണ് പോട്ട് വരുന്നത്. ഇത് 9 ഇഞ്ച് വിഡ്ത്തുള്ളൊരു പോട്ടാണ്. ഡ്രെയിനേജ് ഹോള് ഇതിന്റെ ഈ ബാക്കിലുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. വല്ല ഒരു കത്രിയോ സ്കൂട്ടറോ ഒക്കെ ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഓപ്പൺ ആയി കിട്ടും. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ പ്ലാന്റ് വെക്കാവുള്ളൂ. ഇതിനകത്താകുമ്പോൾ നമുക്ക് വലിയ ആഴമില്ല, പോട്ടിന് ഡെപ്ത് അധികമില്ല.
അതുകൊണ്ട് എന്താ മെച്ചമെന്ന് വെച്ചാൽ കോഡക്സ് പെട്ടെന്ന് വളരും. അതാണ് എല്ലാവരും ഇതുപോലത്തെ പോട്ട് സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു പോട്ടിന്റെ വില 40 രൂപയാണ്. അഡീനിയത്തിന്റെ പ്ലാന്റിന്റെ വില 250 എക്സ്ട്രാ കൊറിയർ ചാർജും വരും. അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇനി വാട്സാപ്പ് അയക്കാൻ അറിയാൻ മേലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ലാസ്റ്റ് ഞാൻ ഫ്ലവർ പിക്ക് കൊടുക്കാം. ഇന്നത്തെ വീഡിയോയും ഗുണകരമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആർസി ഗാർഡൻ എന്ന ഫാമിലിയിൽ ഒരു അംഗമാവുക. വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.